ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ 2 മാസം ലീവ് കഴിഞ്ഞിട്ട് കെട്ടിയങ്ങാക്ക് വീണ്ടും പ്രവാസത്തേക്ക് തന്നെ ചേക്കേറുകയാണ്. അപ്പോൾ അത് രാവിലെ മക്കളൊക്കെ യാത്രയൊക്കെയാണ് കേട്ടോ. റിയാപ്പാത്തുവിനെ ട്യൂഷനിൽ കൊണ്ടാക്കി വന്നു. അതിന് ശേഷം ദിയാപ്പാത്തുവിനെ സ്കൂൾ ബസ്സിലും കയറ്റി വിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പെട്ടി കെട്ടാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടി കെട്ടാനാറ നാട്ടിൽ വരുമ്പോൾ കിട്ടുന്ന സന്തോഷം പോലുമോ നാട്ടിൽ വന്നിട്ട് പെട്ടി പൊളിക്കണ പോലുമോ ഒന്നും ഈ സമയത്ത് ഉണ്ടാവില്ല. അതൊക്കെ കഴിഞ്ഞത് പെട്ടിയൊക്കെ പാക്ക് ചെയ്തപ്പോഴേക്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പാൻ്റെ കൂടെയാണ് പോകുന്നത്. ഞാനും മീനായക്കുട്ടിയും കൂടിയിട്ടാണ് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. കൊണ്ടാൻ വരുന്ന സന്തോഷമൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ല. നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ ഇനായക്കുട്ടി വണ്ടി കിടന്ന് ഉറങ്ങാനായിട്ട് കഥയൊന്നും അറിയാതെ അവിടെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. വാവ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം വാശിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൾ അവ കൊടുത്തു ടാറ്റയൊക്കെ കൊടുത്തിട്ട് വാവാനെ യാത്രയാക്കിട്ടോ. രണ്ടാളും നല്ല സങ്കടത്തിലാണ് കേട്ടോ. തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയ സമയത്ത് പുറത്ത് വാവാൻ്റെ ചെരുപ്പ് ഇങ്ങനെ കിടക്കണ കണ്ടപ്പോൾ അവൾക്കൊന്നും കൂടി സങ്കടമായിട്ടോ. അതുവരെ സങ്കടമൊന്നും പുറത്ത് കാണിക്കാതിരുന്ന ഞാനും വീട് തുറന്ന് ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഒറ്റപ്പെടൽ എന്താണെന്നുള്ളത് അറിയുന്നത്. പിന്നെ റൂം പോയി കുറച്ച് നേരം കൂടെ കിടന്ന് കരഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായിട്ടോ. എല്ലാ പ്രവാസികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ തന്നെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ ഒറ്റപ്പെടലൊക്കെ.